കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി. മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളടക്കം 100ഓളം പേർ രാജിവെച്ചു. പഴയങ്ങാടിയിൽ എം കെ രാഘവൻ എംപിയുടെ കോലം കത്തിച്ചു. എം കെ രാഘവനെ വഴിയിൽ തടയുമെന്ന് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. നിയമനത്തിൽ വീഴ്ച വരുത്തിയ 5 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ DCC സസ്പെൻഡ് ചെയ്തു. എം കെ രാഘവൻ MP ചെയർമാനായ പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള മാടായി കോളേജിൽ കോഴ വാങ്ങി നിയമനം നടത്തിയെന്നാണ് പരാതി. നിയമനത്തിനായി അഭിമുഖം നടത്താനെത്തിയ എം കെ രാഘവനെ തടഞ്ഞ 5 കോൺഗ്രസ് പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം DCC സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നാലെ പ്രതിഷേധം ശക്തമായി. നിയമനം പുനഃപരിശോധിക്കുമെന്ന് DCC നേതൃത്വം ഉറപ്പു നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല. ഇതോടെയാണ് രാഘവനെതിരെ പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. നിയമനം റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും തീരുമാനിച്ചിട്ടാണ് രജിത്ത് നാരായത്ത് മടങ്ങിപ്പോയത്. എന്നാൽ ഇന്ന് രാവിലെ കേട്ട വാർത്ത അവർക്ക് നിയമനം നൽകിയെന്നാണ്. അപ്പോൾ അത് എന്താണ്? സാധാരണ പ്രവർത്തകന്റെ അവന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായി പോയി, ഒരു ധാർഷ്ട്യമായി പോയി എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം. കുഞ്ഞിമംഗലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും ഇന്ന് രാജി നൽകി. നിരവധി യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും നേതൃത്വത്തിന് രാജി നൽകി. സമവായ ചർച്ചയ്ക്ക് നേതൃത്വം നിയോഗിച്ച DCC സെക്രട്ടറി രജിത്ത് നാറാത്തും രാജിവെച്ചതായാണ് സൂചന. അതിനിടെ മാടായി കോളേജ് ഭരണസമിതിക്കെതിരെ നിലപാടെടുത്ത DCC 5 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഫലത്തിൽ എം കെ രാഘവനെ തള്ളിപ്പറയുകയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം. എന്നാൽ രാഘവനെതിരെയും നടപടി വേണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. കോൺഗ്രസ് പ്രവർത്തകരുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് ഇത്തരത്തിൽ CPMകാരുമായിട്ട് നിരന്തരം പോരാടിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് യാതൊരു കാരണവശാലും ഇത് സഹിക്കാൻ കഴിയില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് അതിശക്തമായ സമരപരിപാടിയുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുന്നോട്ട് പോകുന്നത്. എം കെ രാഘവനെതിരായ നിലപാട് DCC KPCC നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് സൂചന. മീഡിയ 1 കണ്ണൂർ.